ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്രൂത്ത് ഫയൽ. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് RRB. എന്താണ് RRBയെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. RRB എന്ന് വെച്ചാൽ എന്താണ്? RRB എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓണേർഡ് ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റീജിയണൽ ലെവലിലാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിൽ റീജിയണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ് RRB എന്ന് പറയുന്നത്. ഈ ബാങ്കിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ദീസ് ബാങ്ക്സ് ആർ അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്പോൺസേർഡ് ബാങ്ക് ആൻഡ് കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ റേഷ്യോ ഓഫ് 50:35:50 റെസ്പെക്റ്റീവ്ലി. എന്താണ് പറയുന്നത്? ഈ ബാങ്കിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ വെസ്റ്റഡ് ആണ് ഈ ബാങ്കിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു സ്പോൺസർ ബാങ്ക് കാണും, സ്റ്റേറ്റ് ഗവൺമെൻറ് കാണും, ആ പർട്ടിക്കുലർ റീജിയണൽ ബാങ്കിൻ്റെ ഷെയർ കാണും. അങ്ങനെ 3 ഷെയർസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ RRBs എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. RRBകളുടെ ഷെയർ സബ്സ്ക്രിപ്ഷനിൽ 50% വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും 15% കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും 35% സ്പോൺസർ ബാങ്കുമാണ് RRBയുടെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 50% സെൻട്രൽ ഗവൺമെൻറ്, 15% കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് 35% സ്പോൺസേർഡ് ബാങ്ക്. ഓക്കെ, അപ്പോൾ RRB എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ഓണേർഡ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓഫ് ഇന്ത്യ ആണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് ലെവലിലാണ്? റീജിയണൽ ലെവലിലാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും റീജിയണൽ ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ കോൺട്രിബ്യൂഷനാണ്. 50:35:15. 50 എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും, 35 എന്ന് പറയുന്നത് സ്പോൺസേർഡ് ബാങ്കും, 15 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് ലിമിറ്റഡ് ടു ദ ഏരിയ നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കവറിംഗ് ആൻഡ് ഇറ്റ് കവർ 1 or more district in the state. ഒരു സംസ്ഥാനത്തെ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഇതിന് പ്രവൃത്തി പരിധി ഉണ്ടായിരിക്കാം. ആ ഏരിയ എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അത് ആരാണ് നോട്ടിഫൈ ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് നോട്ടിഫൈ ചെയ്യുന്ന ഒരു RRBക്ക് ഇത്ര ഏരിയ കവർ ചെയ്യാം എന്നുള്ള കാര്യം ആരാണ് നോട്ടിഫൈ ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. മേ ബി അതെങ്ങനെയാകാം? ഒന്നിൽ കൂടുതൽ ജില്ലകൾ ആകാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് RRBയുടെ ഹിസ്റ്ററിയാണ്. എങ്ങനെയാണ് ഈ RRBs ഫോം ചെയ്തത്? റീജിയണൽ റൂറൽ ബാങ്ക്സിൻ്റെ ഫോർമേഷൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. എങ്ങനെയാണ്? 1975 എന്നാണ് 1975. 1975 അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ഓർഡിനൻസ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. എന്ന് 26 സെപ്റ്റംബർ 1975. 26 സെപ്റ്റംബർ 1975 പുറപ്പെടുവിച്ച ഓർഡിനൻസിൻ്റെ ബേസിലാണ് എന്ത് ഫോം ചെയ്തത്? RRBs ഫോം ചെയ്തത്. ദെൻ 1976 എന്ത് ചെയ്തു? RRB ആക്ട് വന്നു. ഇത് എന്തിനാണ് RRBs വന്നത്? വിത്ത് എ വ്യൂ ഓഫ് ഡെവലപ്പിംഗ് റൂറൽ എക്കണോമി ബൈ പ്രൊവൈഡിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, ട്രേഡ്, കൊമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് അതർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഇൻ ദ റൂറൽ ഏരിയ, ക്രെഡിറ്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ്, particularly to small and marginal farmers, agricultural laborers, artisans and small entrepreneurs, and for matters connected therein with incidental thereto. അപ്പോൾ എന്താണ്? റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് എന്താണ്? ഫിനാൻസ്, ക്രെഡിറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. ഏതൊക്കെയാണ് ഡെവലപ്മെൻറ്റ്? എന്തൊക്കെ ഡെവലപ്മെൻറ്റ്? അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ട്രേഡ്, കൊമേഴ്സ്, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ക്രെഡിറ്റ് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് RRBs ഫോം ചെയ്തത്. അങ്ങനെ RRB ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചതിൻ്റെ ബേസിലാണ് RRB ഫോം ചെയ്തത്. ഓർഡിനൻസിൻ്റെ ബേസിൽ 2 ഒക്ടോബർ 1975 എന്ത് ഫോം ചെയ്തു? RRB ഫോം ചെയ്തു എന്നാണ് 2 ഒക്ടോബർ 1975. റെക്കമെൻഡ് ചെയ്തത് ആരാണ്? നരസിംഹം കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് ആണ്. നരസിംഹം കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് ആണ് ഈ RRBസിൻ്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തത്. ഏത് കമ്മിറ്റിയാണ്? നരസിംഹം കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ്. നരസിംഹം കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ്. അത് ആരുടെ പീരീഡ് ആയിരുന്നു?
ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ പീരീഡിലായിരുന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഒരു പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചതിൻ്റെ ബേസിൽ 20 പ്രോഗ്രാംസ് നടത്തിയില്ലേ, അതിൻ്റെ ബേസിലാണ് ഈ RRBs ഒക്കെ വരുന്നത്. അതിൻ്റെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും അതിൻ്റെ ബേസിൽ 2 ഒക്ടോബർ 1975 എന്ത് ചെയ്തു, RRBs ഫോം ചെയ്തു. ഫസ്റ്റ് തന്നെ എത്ര RRBs ആണ് ഫോം ചെയ്തത്? 5 RRBs ആണ് ഫോം ചെയ്തത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് RRB എന്ന് പറയുന്ന പ്രഥമ ബാങ്ക് എവിടെയാണ്? മൊറാദാബാദ്, ഉത്തർപ്രദേശിലെ മൊറാദാബാദിലുള്ള പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആയിരുന്നു ഫസ്റ്റ് RRB എന്ന് പറയുന്നത്. അതിനെ സ്പോൺസർ ചെയ്ത ബാങ്ക് ഏതായിരുന്നു? സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നു സ്പോൺസർ ചെയ്തത്. അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 crores ആയിരുന്നു അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ 5 RRB ആണ് ആദ്യം ഫോം ചെയ്തതെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ് പ്രഥമ ബാങ്കാണ്. മൊറാദാബാദ് ഹെഡ് ഓഫീസ് ആയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രഥമ ബാങ്ക് ഫസ്റ്റ് RRB. അതിന് 5 crore ആയിരുന്നു ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബാക്കി 4 നമ്മുടെ RRBs ഫസ്റ്റ് ടൈം തന്നെ 5 എണ്ണമാണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പ്രഥമ ബാങ്ക്, ദെൻ വന്നത് ഏതൊക്കെയായിരുന്നു? ഇതാണ് അഡീഷണൽ 4 ഗ്രാമീൺ ബാങ്ക്സ് വരുന്നത്. ഗൗർ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർഡ് ബൈ യൂക്കോ ബാങ്ക്, ഗോരഖ്പൂർ ക്ഷത്രിയ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർഡ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹരിയാന ക്ഷത്രിയ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർഡ് ബൈ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആൻഡ് ജയ്പൂർ നാഗ്പൂർ ആഞ്ചലിക് ഗ്രാമീൺ ബാങ്ക് സ്പോൺസർഡ് ബൈ യൂക്കോ ബാങ്ക്. ഇതാണ് 5 ഗ്രാമീൺ ബാങ്ക്സ്. ഫസ്റ്റ് ഫോം ചെയ്ത 5 RRBസിൻ്റെ നെയിംസാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. മൊറാദാബാദ്, ഗോരഖ്പൂർ UPയിലെ ഗോരഖ്പൂരിലും, ഭാമിനി ഇൻ ഹരിയാന, ജയ്പൂർ ഇൻ രാജസ്ഥാൻ, മാൽഡ ഇൻ വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെയാണ് 5 സ്ഥലങ്ങൾ. ഏതൊക്കെയാണ്? മൊറാദാബാദ്, ഗോരഖ്പൂർ UPയിലെ ഗോരഖ്പൂർ, ഭാമിനി ഹരിയാനയിലെ ഭാമിനി, രാജസ്ഥാനിലെ ജയ്പൂർ, മാൽഡ വെസ്റ്റ് ബംഗാളിലെ മാൽഡ. ഇത്രയും സ്ഥലങ്ങളിലാണ് 5 ഗ്രാമീൺ ബാങ്ക്സ് ഫസ്റ്റ് RRB 5 RRBs വന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോളുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് JCയുടെ എക്സാമിന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് പഠിക്കുക. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? എന്തൊക്കെ ബാങ്കിങ് ബിസിനസ്സസ് ആണ് RRBs ചെയ്യേണ്ടത്? RRBകളുടെ റെസ്പോൺസിബിലിറ്റി. റീജിയണൽ ബാങ്ക് ഏതൊക്കെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യണം? എന്താണ് പറയുന്നത്? RRBs റീജിയണൽ ബാങ്ക്സ് ഷാൾ എൻഗേജ്ഡ് ഇൻ ദ normal banking business as specified under section 5 subsection B and 6 subsection 1 of Banking Regulation Act 1949. അപ്പോൾ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറയുന്ന സെക്ഷൻ 5Bയും സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റീസിലും എന്ത് ചെയ്യാൻ പറ്റും? RRBസിന് എൻഗേജ് ചെയ്യാൻ പറ്റും. സെക്ഷൻ 5 സബ്സെക്ഷൻ B എന്താണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് സെക്ഷൻ 5 സബ്സെക്ഷൻ B. സെക്ഷൻ 5 സബ്സെക്ഷൻ Bയിൽ ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ബാങ്കിങ് മീൻസ് എന്താണ് ബാങ്കിങ്? ബാങ്കിങ് മീൻസ് അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. അപ്പോൾ ഈ ബാങ്കിങ് എന്താണെന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 സബ്സെക്ഷൻ Bയിൽ പറഞ്ഞിരിക്കുന്നു. ആ ബാങ്കിങ് ആക്ടിവിറ്റീസ് ഈ ഇന്ന കാര്യങ്ങളാണ് ബാങ്കിങ്ങിൽ പറയുന്നത്. എന്താണ്? അക്സെപ്റ്റ് ചെയ്യണം. എന്ത്? ഡെപ്പോസിറ്റ്. ഏത് പർപ്പസിന് വേണ്ടിയിട്ട്? ഒന്നുകിൽ ലെൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ഓഫ് മണി എവിടെ നിന്നാണ്? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യണം? നമ്മൾ റീപേ ചെയ്യണം അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മച്യൂരിറ്റി ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ബാങ്കിങ് എന്ന ഡെഫിനിഷൻ്റെ നിർവചനത്തിൽ വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ എവിടെയും ബാധകമാണ്? RRB എന്താണ്? ഒരു ബാങ്കാണ്. അപ്പോൾ RRBക്ക് ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റീസും RRBs എൻഗേജ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. ബാങ്കിങ് ബിസിനസ് കൂടാതെ ഇൻ അഡീഷൻ ടു ബാങ്കിങ് ബിസിനസ് ബാങ്കിങ് കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് സെക്ഷൻ 6 സബ്സെക്ഷൻ 1. അത് A മുതൽ
O വരെ കുറച്ചധികം കണ്ടൻ്റ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ബാങ്കിങ് ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷൻ കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ, ഡിബഞ്ചർ, സർട്ടിഫിക്കറ്റ്, സ്ക്രിപ്റ്റ്സ്, പ്രോമിസറി നോട്ട്, ഹുണ്ടീസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെ ബാങ്കുകൾ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഇതിൻ്റെ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? RRBസും എൻഗേജ് ചെയ്യണം. അപ്പോൾ അതിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോട്ട് കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കുക. മനസ്സിലായില്ല എങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക. ഞാൻ അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടിടാം. ഇതിൻ്റെ അകത്ത് ഇത് ഫുള്ള് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോർമലി ഒരു ബാങ്കിങ് ബിസിനസ്സിൽ നമുക്കൊരു ബാങ്കിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ എല്ലാമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ എന്താണ് RRBs? റീജിയണൽ ബാങ്ക്സ് എന്ത് ചെയ്യണം? റൂറൽ ബാങ്ക്സ്, ബാങ്കിങ് ബിസിനസ് സെക്ഷൻ 5 സബ്സെക്ഷൻ ബിയും 6 സബ്സെക്ഷൻ 1 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? RRBസും ക്യാരി ഔട്ട് ചെയ്യണം. ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെഗുലേഷൻ ഓഫ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ RRBസിനെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് നബാർഡ്. ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡുമാണ് നമ്മുടെ RRBസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് നബാർഡ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആർ ദ 2 പ്രൈം റെഗുലേറ്റേഴ്സ് ഓഫ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ RRBയുടെ 2 പ്രൈം റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് RBIയും നബാർഡുമാണ്. RBI റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI RRBനെ, റീജിയണൽ റൂറൽ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI Act of 1934 and Banking Regulation Act of 1949 are the 2 main regulation statute ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന 2 ആക്റ്റുകൾ ഏതൊക്കെയാണ്? RBI Act 1934 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഇത് രണ്ടുമാണ് 2 മെയിൻ റെഗുലേഷൻ RBI കൺട്രോൾ ചെയ്യുന്ന. ആ സെയിം തന്നെയാണ് RRBസിലും വരുന്നത്. നബാർഡ് എങ്ങനെയാണ്? നബാർഡ് ഈസ് ദ ചീഫ് ബോഡി സെറ്റപ്പ് ഫോർ ദ റെഗുലേഷൻ ഓഫ് റൂറൽ ബാങ്കിങ് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റൂറൽ ബാങ്കിങ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 12 ജൂലൈ 1982 അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് ഫണ്ട് ഫ്രം ദ അർബൻ ഏരിയ ടു സെമി അർബൻ ആൻഡ് റൂറൽ പാർട്ട് ഓഫ് ദ കൺട്രി. നബാർഡ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിംഗ്, പ്ലാനിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പോളിസി മേക്കിംഗ് ഓഫ് ദ ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദ റൂറൽ ബാങ്ക്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് റൂറൽ ബാങ്ക്സ് ഇൻ ദെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് സൂപ്പർവൈസ് സച്ച് ആക്ടിവിറ്റീസ് ഓൺ എ റെഗുലർ ബേസിസ്. ഈ ആക്ടിവിറ്റീസിനെയൊക്കെ ഒരു റെഗുലർ ബേസിൽ കൺട്രോൾ ചെയ്യുന്നതാണ് നബാർഡ്. എന്ത് ആക്ടിവിറ്റീസാണ്? മോണിറ്ററിംഗ്, പ്ലാനിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പോളിസി മേക്കിംഗ് ഓഫ് ദ ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദ റൂറൽ ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റം. അപ്പോൾ RBIയും നബാർഡുമാണ് RRBസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് RRBസിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റീസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള കമ്മിറ്റീസിൽ നരസിംഹം കമ്മിറ്റിയുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്ക്സ് 1975. അതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ജൂലൈ 13, 1976 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. എന്തിൻ്റെ ബേസിലാണ്? ന്യൂ എക്കണോമിക് റീഫോംസ് 1975 വന്ന ന്യൂ എക്കണോമിക് റീഫോംസിൻ്റെ ബേസിൽ, അതായത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് 20 പോയിൻറ്റ്സ് പ്രോഗ്രാംസ് കൊണ്ടുവന്നതിൻ്റെ ബേസിലാണ് ഈ നരസിംഹം ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ എന്ത് ചെയ്തത്? അപ്പോയിൻ്റ് ചെയ്തത്. ആ വർക്കിംഗ് ഗ്രൂപ്പ് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻ്റ് ചെയ്തത്. അതിൻ്റെ ബേസിൽ സ്റ്റഡി നടത്തിയിട്ട് എന്താണ്? എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് സ്പോൺസേർഡ് റീജിയണലി ബേസ്ഡ് റൂറൽ ഓറിയൻറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് കോൾഡ് റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പോൾ എന്താ പറഞ്ഞത്? എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്ത്? സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന റീജിയണലി ബേസ് ആയിട്ടുള്ള റൂറൽ ഓറിയൻറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ആ കൊമേഴ്ഷ്യൽ ബാങ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു റെക്കമെൻഡേഷനാണ് എന്ത്? വർക്കിംഗ് ഗ്രൂപ്പ്
നമുക്ക് കൊടുത്തത്. വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഹെഡ് ആരായിരുന്നു? നരസിംഹമായിരുന്നു അതിൻ്റെ ഹെഡ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ RRBs ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹1 crore ആയിരുന്നു. 1 crore ഡിവൈഡഡ് ഇൻറ്റു 1 lakh ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓഫ് 100 ഈച്ച് ആണ്. എങ്ങനെയാണ്? 1 crore ആയിരുന്നു 1 crore ആയിരുന്നു അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 1 crore ഡിവൈഡഡ്, അതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? 1 crore ഡിവൈഡഡ് ഇൻറ്റു 1 lakh. 1 crore എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? 1 lakh. 1 crore ഡിവൈഡഡ് ഇൻറ്റു 1 lakh. 1 lakhൻ്റെ 1 lakh ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 100 രൂപ വീതം വിലയുള്ള 1 lakh ഷെയർസ്. അങ്ങനെ 1 crore ആയിരുന്നു അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം? ദ സെൻട്രൽ ഗവൺമെൻറ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് RBI ആൻഡ് സ്പോൺസറിങ് ബാങ്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് RBIയും സ്പോൺസർ ബാങ്കിനെയും കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇൻക്രീസ് ഓർ റെഡ്യൂസ് സച്ച് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ആ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിന് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം, അതല്ല എങ്കിൽ ഡിക്രീസ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 25 lakhsന് ബിലോ ആകാൻ പാടില്ല എന്നത്. ഇത് ഫോം ചെയ്യുന്ന സമയത്ത് 1975 റൂളായിരുന്നു. അതിനുശേഷം 1987 RRB ആക്ട് അമെൻഡ് ചെയ്യുകയും ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് RRB ₹1 crore to 5 crore. 1 crore 5 crore മാറ്റി. 1 crore to അപ്പോൾ അതിനുശേഷം 1987 ഏത് വർഷം? 1987 ഇത് ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് എന്തായിരുന്നു? 1 crore ആയിരുന്നു. ഈ 1 crore എത്രയായി? 5 crore ചേഞ്ച് ചെയ്തു. 1 crore to 5 crore ആയി. ദെൻ 25 lakhs വാസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓഫ് RRB at its beginning. Now it's also increased ₹25 lakh to 1 crore. അപ്പോൾ എത്ര വരെ റെഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 25 lakhs വരെ റെഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കായി 1 crore ആക്കി. ഓക്കെ, അപ്പോൾ അത് 1987 വന്നൊരു ചേഞ്ചാണ്. ആ കാര്യങ്ങളൂടെ നോട്ട് ചെയ്ത് പഠിച്ചോളുക. അപ്പം നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് 1975 റിപ്പോർട്ട് അപ്പോയിൻറ്റ് ചെയ്ത് 1976 റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ബേസിൽ RRBs ഫോം ചെയ്തു. ഫോം ചെയ്യുന്ന സമയത്ത് 1 crore ആയിരുന്നു. അത് പിന്നീട് 1 crore 5 crore മാറ്റി. ദെൻ 25 lakhs ആയിരുന്നു ഇഷ്യൂഡ് ബിഗിനിങ്ങിൽ. അത് എന്ത് ചെയ്തു? 25 lakhs 1 crore ഇഷ്യൂഡ് ക്യാപിറ്റൽ 25 lakhs ആയിരുന്നത് 1 crore ചേഞ്ച് ചെയ്തു 1987 അമെൻമെൻറ്റിൻ്റെ ബേസിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് RRB അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് SM ഖേൽക്കർ. ഖേൽക്കറിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. RRBസിൻ്റെ വർക്കിംഗ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് വർഷം? 1985. അതിൻ്റെ റിപ്പോർട്ട് എന്നാണ് കൊടുത്തത്? റിപ്പോർട്ട് കൊടുത്തത് ജൂൺ 1986 റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ റെക്കമെൻഡേഷനാണ് RRB എന്ത് ചെയ്യണം? RRB ഷുഡ് ബി പെർമിറ്റഡ് ടു ഇൻക്രീസ് ദെയർ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഫ്രം 1 crore to 5 crores ആൻഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫ്രം 25 lakhs to 1 crore. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ദ സ്പോൺസർ ബാങ്ക് ഷുഡ് ബി ഓൺ ബിഹാഫ് ഓഫ് RRB ഇൻവെസ്റ്റ് ദ ഡെപ്പോസിറ്റ് കെപ്റ്റ് ഇൻ കറണ്ട് അക്കൗണ്ട് ഫോർ SLR റിക്വയർമെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. എന്ത് ചെയ്യണം? സ്പോൺസർ ബാങ്ക് RRBക്ക് പകരമായിട്ട് അവരുടെ ഡെപ്പോസിറ്റ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം? കറണ്ട് അക്കൗണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? SLR റിക്വയർമെൻറ്റ്, ഗവൺമെൻറ് SLR റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് കറണ്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതും ഏതായിരുന്നു? ഖേൽക്കർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ഖേൽക്കർ കമ്മിറ്റി കൊണ്ടുവന്നൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ സ്പോൺസർ ബാങ്ക് ഷുഡ് ലോവർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രീ ഫിനാൻസ് ഫ്രം 8.5% to 7%. 8.5% ആയിരുന്നു സ്പോൺസർ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് RRBക്ക്. അത് എത്രയിലേക്ക് കുറയ്ക്കണം? 7% കുറയ്ക്കണം. ഈ റെക്കമെൻഡേഷൻ ആയിരുന്നു ഖേൽക്കർ കമ്മിറ്റി. ഖേൽക്കർ വർക്കിംഗ് ഗ്രൂപ്പ് അതാരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? RBI ആണ്. എന്നാണ്? 1985 അതിൻ്റെ ബേസിലാണ് പിന്നെ എന്ത് വന്നത്? RRB അമെൻമെൻറ്റ് ആക്ട് വന്നത് 1987. അത് നിലവിൽ വന്നത് എന്നായിരുന്നു? 28 September 1988 അത് നിലവിൽ വന്നത്. അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്തത്? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലൊക്കെ എന്ത് ചെയ്തത്? 1 crore 5 crore ആക്കിയത്. 25 lakhs to 1 crore ചേഞ്ച് ചെയ്തത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചക്രബർത്തി കമ്മിറ്റി ഉണ്ട്. RRB റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 2009 അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മിറ്റിയാണ് എന്ത് ചക്രബർത്തി കമ്മിറ്റി. RRB റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് എന്ത് ചക്രബർത്തി കമ്മിറ്റി. ചക്രബർത്തി കമ്മിറ്റി എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? സെപ്റ്റംബർ 2009 ചക്രബർത്തി കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. ദ കമ്മിറ്റി വാസ് thereafter constituted in September 2009 under the chairmanship of Dr. KC ചക്രബർത്തി, ഡെപ്യൂട്ടി ഗവർണർ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ഡോക്ടർ KC ചക്രബർത്തിയുടെ ചെയർമാൻഷിപ്പിലാണ് എന്ത് അപ്പോയിൻറ്റ് ചെയ്തത് ചക്രബർത്തി കമ്മിറ്റി സെപ്റ്റംബർ 2009 അപ്പോയിൻറ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അനലൈസ് ദ ഫിനാൻഷ്യൽ ഓഫ് RRBs ആൻഡ് ടു സജസ്റ്റ് മെഷർ ഇൻക്ലൂഡിങ് റീക്യാപിറ്റലൈസേഷൻ ടു ബ്രിങ് ദ കാർ ഓഫ് RRB അറ്റ് ലീസ്റ്റ് 9% ഇൻ എ സസ്റ്റൈനബിൾ മാനർ ബൈ 2012. 2012 എന്ത് ചെയ്യണം? അതിൻ്റെ കാർ റേറ്റ് 9%ലേക്ക് അറ്റ്ലീസ്റ്റ് എവിടെ വരെ കൊണ്ടുവരണം? 9%ലേക്കെങ്കിലും കൊണ്ടുവരണം എന്ന് ഉള്ള കാര്യം എന്ന് പറയുന്നത് റിസ്ക് ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ, മിനിമം ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ എന്ത് ചെയ്യണം? 9%ലേക്കെങ്കിലും എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു ഏത്? ചക്രബർത്തി കമ്മിറ്റി. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്നു ചക്രബർത്തി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫിനാൻസിനെ കുറിച്ച് RRBസിൻ്റെ ഫിനാൻഷ്യൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചും അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ്. എന്നിട്ട് എന്താണ് അതിൻ്റെ ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ. ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ എത്ര പെർസെൻറ്റേജിലേക്ക് ഇൻക്രീസ് ചെയ്യണം? 9%ലേക്ക് ഇൻക്രീസ് ചെയ്യണം എന്ന് 2012 ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം എന്ന രീതിയിലാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത്. ഓക്കെ, അങ്ങനെയാണ് ചക്രബർത്തി കമ്മിറ്റി റിപ്പോർട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തത്? RRBയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചക്രബർത്തി കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കമ്മിറ്റീസ് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുണ്ട്. നരസിംഹം കമ്മിറ്റി, ദെൻ കേൽക്കർ കമ്മിറ്റി, ദെൻ ചക്രബർത്തി കമ്മിറ്റി. അപ്പോൾ ഫസ്റ്റ് RRBs വരാൻ കാരണമായത് നരസിംഹം കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. റീജിയണൽ റൂറൽ ബാങ്ക്, സ്റ്റേറ്റ് സ്പോൺസേഡ് റീജിയണൽ റൂറൽ ബാങ്ക് വേണമെന്നാണ് നരസിംഹം കമ്മിറ്റി 1976 റിപ്പോർട്ട് കൊടുത്തത്. അതിൻ്റെ ബേസിലാണ് RRB വന്നത്. RRB ആക്ട് വന്നത് ഏത് വർഷമാണ്? 1976 ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് RRB ആക്ട് 1976. അത് ഏത് വർഷമാണ് എഫക്റ്റ് വന്നത്? 9th February 1976. അതിനുശേഷം 1987 RRB ആക്ട് അമെൻഡ് ചെയ്തു. അത് കേൽക്കർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ പിന്നെ 1987 അമെൻമെൻറ്റ് നിലവിൽ വന്നത് എന്നാണ്? 28 September 1988 നിലവിൽ വന്നത്. ദെൻ അതിനുശേഷമാണ് 2009 ചക്രബർത്തി കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു ഫിനാൻഷ്യൽ പൊസിഷൻ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒരു റീക്യാപിറ്റലൈസേഷൻ മെഷേഴ്സാണ് അത് സജസ്റ്റ് ചെയ്തത്. എന്താണ് സജസ്റ്റ് ചെയ്തത്? റീക്യാപിറ്റലൈസേഷൻ മെഷേഴ്സാണ് സജസ്റ്റ് ചെയ്തത്. എന്താണ് റീക്യാപിറ്റലൈസേഷൻ മെഷേഴ്സിൽ സജഷൻ വന്നത്? ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ ഏത് ലെവലിലേക്ക് കൊണ്ടുവരണം? മിനിമം ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ 9%ലേക്ക് കൊണ്ടുവരണം എന്നതാണ് നമ്മുടെ ചക്രബർത്തി കമ്മിറ്റിയുടെ സജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ RRB റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.